കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാഴ്ചയായി. 2 ആഴ്ചയായില്ല, 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്നിവിടെ സ്തോത്ര ആരാധനയാണ്. ബാക്കിലത് ആട്ടുകുട്ടികളെല്ലാം വലിയച്ഛൻ്റെ ആട്ടുകുട്ടികളാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് വലിയച്ഛൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ ചെറുതായിട്ട് കുടുംബം, വലിയമ്മയുടെ കുടുംബം, വലിയച്ഛൻ്റെ കുടുംബം എല്ലാവരും കൂടെ, പിന്നെ അതായത് ചേച്ചിയുടെ കുടുംബം, അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് ഇന്നിവിടെ ഒരു പ്രാർത്ഥന, എല്ലാവരും കൂടെ ഒരു കുടുംബസംഘം പോലെയൊക്കെ കണക്കാക്കി അങ്ങനെ പ്രാർത്ഥന ഒക്കെ ആണ് ഇവിടെ. 7 മണിക്ക് വലിയമ്മ ഞങ്ങളെ ക്ഷണിച്ചു. പക്ഷേ ഞങ്ങൾ 10 മണിക്കാണ് വന്നത്. അപ്പോൾ വലിയമ്മ എല്ലാ ജോലിയും ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും ഇവളും അനുഷ ചേച്ചിയെ കാണിച്ചു തരാം. ആൻറ്റിയുടെ മോളാണ് ചേച്ചിയുടെ പിള്ളേർ എല്ലാവരും കൂടെ ഇവിടെ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഇപ്പം അടുത്ത ഉച്ചത്തേക്ക് ആഹാരം ഉണ്ടാക്കുന്ന പ്രോസസ്സിലാണ്. അപ്പം ഇതാണ് അനുഷ ചേച്ചി. ഹായ് പറ, വ്ളോഗിൽ വരും ഇതൊക്കെ. ഒരു ഹായ് പറ. എന്നാ ഹായ്. ഇതാണ് വലിയമ്മ. ഹായ്. A few moments later. തട്ടുമ്പുറത്ത് അച്ഛനാണ് നമ്മളെ കാണുന്നത്. അതെ, നിങ്ങൾ കല്യാണത്തിന് കൊടുത്ത പ്രസന്റേഷനാണ് ഞങ്ങൾ ഇന്ന് അൺബോക്സ് ചെയ്ത് ഷേക്ക് കുടിക്കാൻ പോകുന്നത്. നിൽക്കുന്നത് ഇവിടുത്തെ സ്റ്റോർ റൂമിലാണ്. അയ്യോ, പലവ ഇവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് നമ്മൾ തട്ടുമ്പുറത്ത് അടുക്കി വെച്ചിരിക്കുന്നത്. അതെ, യോയോ പറയാൻ ബൂസ്റ്റ് വെച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാമോ ഗൈസ്? എടുക്കാത്തതിന്റെ റീസൺ അതായിരുന്നു. തൊണ്ടയിൽ ഞണ്ട് കയറി പിടിച്ചിരുന്നു. ആദ്യമൊക്കെ ഞണ്ട് പിടിച്ചത്, ഇപ്പം ആഷണ്ണ പിടിച്ചിരുന്നു. മാറി പരിശീലിച്ചേ. നിങ്ങൾക്ക് വരാതെ അറിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. പരിചയപ്പെടുത്താം. നിങ്ങൾ ഈ കാണുന്ന കുട്ടി ഒരു യൂട്യൂബറാണ്. കുട്ടിയുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ സൈഡിൽ ലിങ്കിൽ എവിടെയെങ്കിലും കൊടുക്കാം. നിങ്ങൾ കയറി കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവർ താഴെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. യെസ്. ഓ അതെ, നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഇത് തന്നെ. യെസ്, ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമായിരുന്നത്. ആവശ്യമായ സാധനങ്ങൾ: മിൽമയുടെ 2 കവർ പാല്, പൊടി, പിന്നെ ഫോർ ഡെക്കറേഷൻ ആൽപ്പയ്ക്ക് വാങ്ങിയതാണ്. അതെ, മനസ്സിലായില്ല എന്താണെങ്കിലും. ജാറിനെ വിളിച്ചോണ്ടിരിക്കും. ഇത് ലക്ഷ്മി എന്ന കമ്പനിയിലെ ഒരു മിക്സിയാണ്. വർഷങ്ങൾ പഴക്കമുള്ള മിക്സിയാണ്. വലിയച്ഛൻ ഗൾഫ് അല്ലേ ബോമ്മ? അത് പണ്ട്, ഇതിനു മുമ്പ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വർഷങ്ങൾ കൊണ്ട് കുടുംബസംഗമം വയ്ക്കുമ്പോഴും ചേച്ചിയുടെ മാറാത്ത ഒരേ ഒരു റെസിപ്പിയാണ് ഷേക്ക്, പഞ്ചസാര. നമ്മൾ വെറുതെ ഇരിക്കായിരുന്നു. നമ്മളെ ചുമ്മാ പറഞ്ഞ് ഇവർ പ്രൊവോക്ക് ചെയ്തു. ഇവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണം ഉണ്ടാക്കാം. അണ്ടിപ്പരിപ്പുണ്ട്, ഡേറ്റ്സ് ഉണ്ട്, പാലുണ്ട്, മുട്ടയുണ്ട്, മുട്ട വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അനാവശ്യമായിട്ട് പ്രകോപം കൊള്ളിച്ചു. ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ ഒന്നും വിടാതെ എല്ലാം വാരി പറക്കിയിട്ട് ഉണ്ടാക്കലാണ് പരിപാടി. ജാറിന്റെ പുറത്ത് വരത്തക്ക രീതിയിൽ ഷേക്ക് വികസിച്ചിരിക്കുകയാണ്. ആക്രാന്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാ മിക്സി ഓണായിരിക്കുമ്പോൾ തുറന്നു നോക്കി. വീഡിയോ കാണുന്ന പയ്യൻകോട് ഫാമിലി അറിയാൻ നമുക്കൊണ്ട് വിളിച്ച് വലിയ കുറെ സാധനങ്ങൾ തരുന്നുണ്ട്. എന്താ നമ്മൾ ആദ്യം ചെയ്യാൻ ഒരു കാര്യം എന്ന് പറയുന്നത് ചേച്ചിക്ക് സ്വന്തമായിട്ട് ബേക്കറി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കാണുന്നില്ലേ നിങ്ങൾക്ക് ആഹാരത്തോടുള്ള പ്രണയം? അതെ, ചേച്ചി നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും. ചേച്ചി കുക്കുമ്പോൾ നമ്മൾ തിന്നും. പറ്റുന്ന ഒരു മഹാ അത്ഭുതമാണ് നിങ്ങൾ ആ കാണുന്നത്. കോഴിയല്ല, അഭീഷപ്പാണി എടുക്കുകയാണ്. എല്ലാ ജോലിയും തീർന്ന് ആഹാരമെല്ലാം ഉണ്ടാക്കി ആഹാരം കഴിക്കാൻ നേരം വന്നിട്ട് പാത്രം കഴുകി കൊടുക്കണ്ടേ? അതുകൊണ്ട് പാത്രം കഴുകി കൊടുക്കും. ഉടുപ്പ് എന്നാണ് ഞാൻ പറയുന്നത്. ഉടുപ്പെടുത്ത് അടിക്കും. തുടുപ്പെടി അടിക്കും. അതാണ് ടെപ്പിയൊക്കെ നമ്മൾ വേവിച്ചിട്ട് അതെ ഊത്
ഊതും. കുഞ്ഞുങ്ങൾ ആടെ ഇരുത്തിയിരിക്കുമ്പോഴാണ് ഈ ഗ്ലാസും വെച്ച് നോക്കിയിരിക്കുന്നത്. ഗ്ലാസ്സുകൾക്ക് കാവലിരുന്ന ശേഷം അടുത്ത് ചെയ്യുന്ന ജോലിയാണ് വെളുത്തുള്ളി. ഓട്ടെ. ഷാർജയുടെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ സെർവിങ്ങിലോട്ടാണ് കിടക്കുന്നത്. യെസ്, നമ്മുടെ ഗ്ലാസും ഷാർജയും ഒക്കെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഇനി ഇതിനെ സെർവ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇരുന്നുറങ്ങുന്ന വലിയച്ഛൻ. അമ്മ മാറമ്മ. ഇരുന്നുറങ്ങുന്ന വലിയച്ഛൻ. ജോലി ചെയ്യുന്ന മുത്തുവിന് കാവലായിട്ടൊരു കാക്ക. ഇവിടെയാണ് നമ്മളിന്ന് വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ ഉണ്ടാക്കുന്ന സ്ഥലം. അയ്യോ, ചിക്കൻ കറി.